കൊടുങ്ങല്ലൂർ നഗരസഭാ കൗൺസിലിൽ ബി.ജെ.പി. കൗൺസിലർമാരുടെ പ്രതിഷേധം. നന്മ കമ്മ്യൂണിക്കേഷൻ ബ്രാൻഡഡ് സ്മാർട്ട് ഫോൺ, ലാൻഡ് ഫോൺ, ലാപ്ടോപ്പ്, ടിവികൾ, വമ്പിച്ച ലോൺ മേളയും സമ്മാനങ്ങളും എക്സ്ചേഞ്ച് ഓഫറുകളും. നന്മ കമ്മ്യൂണിക്കേഷൻ, ശ്രീകാലേശ്വരിക്ക് മുൻവശവും വടക്കേനടയിലും. നഗരസഭാ കൗൺസിലിൽ കുടുംബശ്രീ CDS 1 സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിഷയം സംസാരിക്കാൻ പ്രതിപക്ഷ നേതാവ് TS സജീവനെ അനുമതി ലഭിക്കാത്തതിനെ തുടർന്ന് ബി.ജെ.പി. കൗൺസിലർമാർ ചെയർപേഴ്സന്റെ ഡയസിന് ചുറ്റും മുദ്രാവാക്യം വിളിക്കുകയും കുടുംബശ്രീ ഓഫീസ് ഉപരോധിക്കുകയും ചെയ്തു. തുടർന്ന് വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് സെക്രട്ടറിക്ക് പരാതി നൽകി. സമരത്തിന് പ്രതിപക്ഷ നേതാവ് TS സജീവൻ, ഉപനേതാവ് രശ്മി ബാബു, പ്രജീഷ് ചലിയിൽ, അംജിത്ത്, രേഖാസൽ പ്രകാശ് എന്നിവർ നേതൃത്വം നൽകി. ഭാരതീയ ജനതാ പാർട്ടിയുടെ കൗൺസിലർമാരും നിരവധി ദിവസങ്ങളായി സമരമുഖത്താണ്. ഇന്ന് കൊടുങ്ങല്ലൂർ നഗരസഭ കൗൺസിൽ തുടങ്ങിയ സമയത്ത് ജനങ്ങളെ ബാധിക്കുന്ന, പാവപ്പെട്ട അമ്മമാരെ ബാധിക്കുന്ന, പാവപ്പെട്ട സ്ത്രീകളെ ബാധിക്കുന്ന പ്രധാന വിഷയങ്ങളിലൊന്നായിട്ടുള്ള ഈ കുടുംബശ്രീയോട് ബന്ധപ്പെട്ടുള്ള അഴിമതികളെ കുറിച്ച് കൃത്യമായി ചർച്ച ചെയ്തിട്ട് വേണം ഈ കൗൺസിലിൽ തുടങ്ങണം എന്ന് ചെയർപേഴ്സണോട് പറഞ്ഞ സമയത്ത് കൗൺസിലിൽ അജണ്ട കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിക്കാം എന്നുള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് നമുക്കറിയാം, ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യം കുടുംബശ്രീയിൽ ബന്ധപ്പെട്ടുള്ള ഈ അഴിമതിയും അതുപോലെ തന്നെ നമുക്കറിയാം കൗൺസിലിലെ അജണ്ടയും പ്രധാനപ്പെട്ട തന്നെയാണ്. ഈ അജണ്ട ഒരിക്കലും ചർച്ച ചെയ്യേണ്ടെന്നോ മാറ്റിവെക്കാനോ നമ്മൾ ആവശ്യപ്പെട്ടിട്ടില്ല. കുടുംബശ്രീ അഴിമതി, ഇത്രയും വലിയ അഴിമതി നടന്നിട്ടുള്ളത് അത് ആദ്യം ചർച്ചയ്ക്ക് കൊണ്ടുവന്നതിന് ശേഷം നമുക്ക് കൗൺസിൽ അജണ്ട ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞ സമയത്ത് ഈ അഴിമതി കാര്യങ്ങൾ അവിടെ ചർച്ച ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പത്രമാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും ശ്രദ്ധയിൽപ്പെടും എന്നവർ മനസ്സിലായിക്കൊണ്ടാണ് കൗൺസിൽ ഇത് ചർച്ച ചെയ്യാഞ്ഞത്. നമ്മളെ സംബന്ധിച്ച് നമ്മളിന്ന് സെക്രട്ടറിയായിട്ട് സംസാരിച്ചിരുന്നത് ഈ വിഷയത്തെക്കുറിച്ച് നിരവധി ദിവസങ്ങൾക്ക് നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട്. ഈ പരാതിയെ ബന്ധപ്പെട്ടിട്ട് കൗൺസിലിൽ പ്രത്യേക കൗൺസിൽ കൂടാനായിട്ട് ഞങ്ങൾ 18 കൗൺസിലർമാരെ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. 3-1 ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ കൗൺസിൽ വിളിക്കണം, കൗൺസിൽ ഈ കാര്യം ചർച്ച ചെയ്യണം നമ്മൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇത് ഇന്ന് സെക്രട്ടറിയോടുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഏകദേശം 50. എന്നാൽ കൊടുങ്ങല്ലൂർ നഗരസഭയുടെ കൗൺസിൽ യോഗങ്ങൾ നിരന്തരം തടസ്സപ്പെടുത്തിക്കൊണ്ടുപോകുന്ന ബി.ജെ.പിയുടെ വികസന വിരുദ്ധത ജനങ്ങൾ തിരിച്ചറിയണമെന്ന് ചെയർപേഴ്സൺ പറഞ്ഞു. നിരന്തരമായി അടുത്തടുത്ത് വന്ന 2 കൗൺസിൽ യോഗങ്ങൾ തടസ്സപ്പെടുത്തുന്നതിന് കാരണമായിട്ട് വരുന്നത് നഗരസഭാ പ്രദേശങ്ങളിലെ തകർന്നു കിടക്കുന്ന റോഡുകളുടെ പുനരുദ്ധാരണ പ്രവൃത്തികളും എഗ്രിമെന്റ് വെച്ച പ്രവൃത്തികളും നടക്കുന്നില്ല എന്ന വ്യാജമായ ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ്. എന്നാൽ കൗൺസിലർമാർ ആവശ്യപ്പെട്ട പരമാവധി റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശിവാലയ, ഓറിയന്റൽ കമ്പനികൾ എഗ്രിമെന്റ് വെച്ച റോഡുകളുടെ പ്രവൃത്തി നടക്കാതെ വന്നപ്പോൾ LDF കൗൺസിലർമാർ സമരം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ബി.ജെ.പി. പ്രതിനിധാനം ചെയ്യുന്ന വാർഡിലെ പ്രവൃത്തി പൂർത്തീകരിക്കുകയും മറ്റു വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയുമാണ്. എന്നാൽ ഈ സന്ദർഭത്തിൽ കരാറുകാർക്ക് പിന്തുണ നൽകുന്ന സമീപനമാണ് ബി.ജെ.പിയിൽ നിന്നുണ്ടായത്. വാർഷിക പദ്ധതിയുടെ അംഗീകാരം നൽകുന്ന പ്രധാനപ്പെട്ട അജണ്ടയുടെ യോഗം കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യണമെന്ന് ബി.ജെ.പി. ആവശ്യപ്പെട്ടപ്പോൾ നിശ്ചയിച്ച അജണ്ട ചർച്ച ചെയ്ത് അംഗീകരിച്ചതിന് ശേഷം ചർച്ച ചെയ്യാമെന്ന് ചെയർമാൻ അറിയിച്ചെങ്കിലും ബി.ജെ.പി. കൗൺസിൽ യോഗം അലങ്കോലപ്പെടുത്തുകയാണുണ്ടായത്. നാടിന്റെ വികസന പ്രവർത്തനങ്ങളും ജീവൽ പ്രശ്നങ്ങളും ചർച്ച ചെയ്ത് അംഗീകരിക്കുന്ന നഗരസഭാ വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുകയെന്ന ഗൂഢലക്ഷ്യമാണ് ബി.ജെ.പി. നടത്തിക്കൊണ്ടിരിക്കുന്നത്. CDS-ൽ 2025-2026 ഓഡിറ്റ് പൂർത്തീകരിച്ചിട്ടില്ല. ഓഡിറ്റ് കഴിഞ്ഞാൽ മാത്രമേ കാര്യങ്ങൾ സുതാര്യമാവുകയുള്ളൂ എന്നിരിക്കെ ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ CDS അഴിമതി ആരോപിക്കുന്നത് ബി.ജെ.പിയുടെ ജനാധിപത്യ വിരുദ്ധ സമീപനവും സ്ത്രീ ശാക്തീകരണത്തെ തുരങ്കം വയ്ക്കുന്ന നടപടിയുമാണ്. കൊടുങ്ങല്ലൂരിലെ ജനസമൂഹം ഇത് തിരിച്ചറിയണമെന്നും ചെയർപേഴ്സൺ ഹണി പീതാംബരൻ, PN രാംദാസ്, KM രതീഷ് എന്നിവർ അറിയിച്ചു. ബി.ജെ.പി. കൗൺസിലർമാരോട് അവർക്ക് എന്ത് വിഷയമുണ്ടെങ്കിലും ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അതൊന്നും അനുസരിക്കാതെ അവര് ചെയർമാന്റെ നേരെ മുദ്രാവാക്യം വിളിച്ചു വരികയാണ് ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും അവർ ഉന്നയിക്കുന്നത് കുടുംബശ്രീ വിഷയമാണ്. നഗരസഭയുടെ ഒരു അതായത് സ്വതന്ത്ര സംഘടനയാണ് കുടുംബശ്രീ എന്ന് പറയുന്നത്. അതിന്റെ ഓഡിറ്റിംഗ് 25-26 കാലഘട്ടത്തിൽ ഓഡിറ്റിംഗ് ആരംഭിച്ചിട്ട് മാത്രമേ ഉള്ളൂ. ഓഡിറ്റിംഗ് റിപ്പോർട്ട് വരാത്ത ഒരു സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട് ഇവർ ഉന്നയിക്കുന്ന ആരോപണങ്ങളൊക്കെ തന്നെ വസ്തുത വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു ഓഡിറ്റിംഗ് റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് അവിടെ അഴിമതി ഉണ്ടെങ്കിൽ അഴിമതി എന്താണെന്ന്. അതേസമയം കോൺഗ്രസ് നഗരസഭാ പാർലമെന്ററി പാർട്ടി പ്രതിഷേധ സമാന്തര കൗൺസിൽ നടത്തി. നഗരസഭയിൽ കുടുംബശ്രീ സാമ്പത്തിക അഴിമതി ചർച്ച ചെയ്യണമെന്ന് കൗൺസിൽ ആരംഭിക്കും മുമ്പ്
BJP ആവശ്യപ്പെടുകയും പറ്റില്ല എന്ന് ചെയർ പറയുകയും കൗൺസിൽ മുഴുവൻ അജണ്ടയും പാസാക്കിയെന്ന് പറഞ്ഞ് ഇരുവരും ഇറങ്ങിപ്പോവുകയും ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് സമാന്തര കൗൺസിൽ നടത്തിയത്. കൊടുങ്ങല്ലൂർ നഗരസഭാ പ്രദേശങ്ങളിൽ ഒട്ടേറെ ജനകീയ വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ട കൗൺസിൽ നിരന്തരം തടസ്സപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ച് വലിയ അഴിമതി ചർച്ച ചെയ്യാൻ ചെയർപേഴ്സൺ അനുവദിക്കാത്തതിലും മനഃപൂർവ്വം തുടക്കത്തിൽ തന്നെ ചർച്ച ചെയ്യണമെന്ന് വാശി പിടിച്ച BJPയുടെയും നടപടിയിൽ പ്രതിഷേധിച്ചും കോൺഗ്രസ് കൗൺസിലർമാരായ VM ജോണിയും കവിതാ മധുവും പ്രിൻസി മാർട്ടിനും കൗൺസിൽ ഹാളിൽ തന്നെയിരുന്ന് സമാന്തര പ്രതിഷേധ കൗൺസിൽ നടത്തി. തുടർന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് നഗരസഭ CDS നമ്പർ 1 നടന്ന സാമ്പത്തിക അഴിമതിയെക്കുറിച്ച് വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് പരാതി നൽകി. അജണ്ടകളും ചർച്ച കൂടാതെ പാസാക്കി ഭരണപക്ഷം ചേംബറിലേക്കും പ്രതിപക്ഷം വാക്കൗട്ട് നടത്തി സമരത്തിലേക്കുമാണ്. പ്രിയമുള്ളവർ, നമുക്കറിയാം ഇവിടെ വലിയ ഗുരുതരമായൊരു അഴിമതിയാണ് നടന്നിരിക്കുന്നത്. കുടുംബശ്രീയെ കുറിച്ച് വലിയൊരു അഴിമതി നടന്നിരിക്കുകയാണ്. നമുക്ക് അറിയാം, മുറ്റത്തെ മുല്ല തുടങ്ങി ഒട്ടനവധി കേസുകളിൽ അവർ പരസ്യമായി അഴിമതി നടത്തിയെന്ന് വ്യക്തമായ തെളിവുകളുണ്ട്. 2026 ഓഡിറ്റിങ്ങിലാണ് ഇത് കൃത്യമായ വിവരണം നമ്മൾക്ക് ലഭിച്ചത്. അപ്പോൾ കൃത്യമായി തന്നെ ഇതിന് വലിയൊരു അഴിമതി നടത്തിയിട്ടുണ്ട്. കുടുംബശ്രീയിൽ അനുവദിച്ച ലോൺ ഇവർ പൈസ CDS വൈസ് ചെയർമാനെ ഏൽപ്പിച്ചപ്പോൾ 1 രൂപ പോലും അടക്കാതെ അത് മുഴുവൻ പിടിച്ചു വെക്കുകയും അവിടെ കുടിശ്ശിക വന്ന സമയത്ത് വലിയൊരു തുക നമ്മുടെ നഗരസഭയുടെ CDSന്റെ ഓൺ ഫണ്ടിൽ നിന്ന് വലിയൊരു തുക എടുത്തുകൊണ്ട് അടച്ചിരിക്കുകയാണ്. അങ്ങനെ ഗുരുതരമായ വിഷയമാണ് ഈ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട് അഴിമതി 100% വ്യക്തമായ അഴിമതിയാണ് നടന്നിരിക്കുന്നത്. പക്ഷേ അതിന് സമരം ചെയ്യേണ്ട രീതികൾ ഒട്ടേറെ രീതികളുണ്ട്. സമരം ചെയ്യേണ്ടത് കഴിഞ്ഞ തവണ കൗൺസിലിൽ